എസ് വ്യക്തമാണ്. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിലെ ധർമ്മസ്ഥലയിലാണ് പെൺകുട്ടികളെയും യുവതികളെയും ഉൾപ്പെടെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചുമൂടി എന്ന വെളിപ്പെടുത്തലുമായി മുൻ ശുചീകരണ തൊഴിലാളി രംഗത്തെത്തിയത്. ഇവിടെ ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത്, ആരൊക്കെയാണ് കൊലപ്പെടുത്തിയത്, ഇക്കാര്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം. ഇനി കോടതിയുടെ തീരുമാനമാണ് നിർണായകം. ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ചിഞ്ചു അനീഷിനെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത്. 2020 എറണാകുളം നോർത്ത് പോലീസ് ചിഞ്ചുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ജാമ്യത്തിലിറങ്ങിയാണ് ഇവർ വീണ്ടും തട്ടിപ്പുകൾ നടത്തിയത്. പുനലൂർ സ്വദേശിയുടെ പരാതിയിൽ അറസ്റ്റിലായ ചിഞ്ചു ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. 2 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ട കൊടുങ്ങല്ലൂർ സ്വദേശികൾ പണം തിരികെ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളും ന്യൂസ് 18 ലഭിച്ചു. വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ വേണേ സെൻഡ് ചെയ്ത് തരാം. ഇവിടെ കുറച്ച് പ്രശ്നമായി. അമ്മ ഇവരെന്നെ ഉപദ്രവിക്കുന്ന നോണ്ണ പറയുന്നെങ്കിലേ ആരും ഉപദ്രവിച്ച എന്റെ മേത്തപ്പാട്, എന്റെ മേത്തപ്പാട്, ഞാൻ എന്റെ മേത്തപ്പാട് തരാന്ന് പറഞ്ഞു. പൈസ ഞാൻ എന്റെ 4 വയസ്സായിട്ടുള്ള പോളെ വിളിക്കണം, മനസ്സിലായില്ലോ? എനിക്ക് കൊണ്ടുവന്ന് ഈ ഡ്രാമ കളിക്കുമ്പോ അറിയണവരുന്നല്ലോ. നിങ്ങൾ കളിച്ചു. ഇവിടെ കുറച്ച് പ്രശ്നമായി. പോലീസിനെ വിളിക്കാൻ പറയും മോനെ. ഇവിടെ കിടന്ന് എല്ലാരും കൂടെ അടി കൂടുന്നു. പോലീസിനെ അല്ല, മനുഷ്യനെ സഹിക്കുന്നതിന് മര്യാദയുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോള് വലുതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മോൻ വലുത് പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോള് വലുതാണ്. എല്ലാവർക്കും അവരവരുടെ മക്കളെ വലുതാണ്. എനിക്കൊക്കെ 20 lakhs ഞാൻ ഇട്ട് തന്നോ? തരാതിരുന്നയാണോ? എന്നിട്ട് ഞാൻ ഒന്നും തരാത്ത പോലെ ഇവിടെ ഇപ്പൊ നിങ്ങളൊന്ന് ഞാൻ ഇവിടുന്ന് മാറണം. ഇതെല്ലാം ഉള്ളൂ. ഞാൻ മാറിക്കോളാം. എനിക്ക് ജീവിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. നിങ്ങൾ ഇങ്ങനെ എല്ലാവരും പറ്റിയിട്ട് നിങ്ങൾ ചത്ത് ഞങ്ങൾ ഇതിന്റെ കാശ് കൂടി ഞങ്ങൾ കൊടുക്കണ്ടേ? അതിന്റെ കാശും കൂടി ഞങ്ങൾ കൊടുക്കണ്ടേ? ഇപ്പൊ ഞങ്ങൾ എത്ര കാശ് കൊടുത്തെന്ന് അറിയോ? ചെയ്തു പോയതാ. എന്റെ അടുത്ത് വന്നതാണോ? യെസ്, വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, ഈ ചിഞ്ചു ഒരു സ്ഥിരം തട്ടിപ്പുകാരിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുൻപ്, അതായത് 2020 മുതൽ 2023 വരെയുള്ള കാലയളവിൽ കൊച്ചി കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പുകൾ നടത്തുന്നു. നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുണ്ട്. മുൻപ് 2 വർഷം മുൻപ് ഒരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട്, വിസ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതാണ്. അതിനുശേഷം ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശേഷം വീണ്ടും തട്ടിപ്പിലേക്ക്, സമാനമായ രീതിയിൽ വിസ തട്ടിപ്പുമായി വീണ്ടും രംഗത്തെത്തുന്നു. നിലവിൽ പുനലൂർ സ്വദേശിയുടെ പരാതിയിലാണ് ഈ യുവതി അറസ്റ്റിലായിരിക്കുന്നത്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുന്നുണ്ടോ? ഇതേപോലെ തന്നെ, അതായത് ന്യൂസിലാൻഡിൽ കപ്പലിൽ ജോലി വാഗ്ദാനം ചെയ്ത് തന്നെയായിരുന്നോ ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്? തീർച്ചയായും ടോം, ന്യൂസിലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ചിഞ്ചു അനീഷിനെതിരെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. നിരവധി പേരാണ് ഇവർക്കെതിരെ പരാതിയുമായി വിവിധ സ്റ്റേഷനുകളിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ കപ്പലിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടിത്തരാം എന്ന് ഇവർ വാഗ്ദാനം ചെയ്യുകയും തുടർന്ന് തട്ടിപ്പ് നടത്തുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പുനലൂർ സ്വദേശിയായ ഒരു യുവാവിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തുകയും ജോലി വാഗ്ദാനം നൽകി വഞ്ചിക്കുകയും ചെയ്ത ആ കേസിലാണ് കഴിഞ്ഞ ദിവസം ഇവരെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം കല്ലട സ്വദേശിയാണ് ഈ ചിഞ്ചു അനീഷ്. കൊച്ചിയിൽ നിന്നും പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇവരെ. ഇവരിപ്പോൾ റിമാൻഡിൽ കഴിയുന്ന സാഹചര്യമാണ് ഏറ്റവും ഉള്ളത്. 2 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ട കൊടുങ്ങല്ലൂർ സ്വദേശികൾ പണം തിരികെ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പണം തിരികെ ചോദിക്കുന്നതിനിടെ കയ്യേറ്റ ശ്രമം നടക്കുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ചിഞ്ചു അനീഷ് സംസ്ഥാനത്തിന് പുറത്തും തൊഴിൽ തട്ടിപ്പ് നടത്തിയതായിട്ടാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. തട്ടിപ്പ് സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ പോലീസിന്റെ വിവരം ലഭ്യമായിരിക്കുന്നതും. കേസിൽ റിമാൻഡിലായ ചിഞ്ചു ഇന്ന് ജാമ്യത്തിനായി ശ്രമിക്കുന്നുണ്ട്. കോടതി ഇവരുടെ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. പുനലൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുക കേട്ടോ. യെസ്, വിനീഷ്, എന്തായാലും ഇവർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പക്ഷേ
ഇങ്ങനെ സ്ഥിരം തട്ടിപ്പുകാരിയാണ്. ഇവർ പുറത്തിറങ്ങിയാൽ വീണ്ടും തട്ടിപ്പ് നടത്തും, മറ്റൊരു നാട്ടിൽ പോയി തട്ടിപ്പ് നടത്തും. നിലവിൽ പോലീസ് ഇവരുടെ ഒരു മറ്റ് തട്ടിപ്പുകളെ കുറിച്ച് ഒരു വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ടോ? പ്രത്യേകിച്ചും ഈ ചിഞ്ചുവും ഇവരുടെ ഭർത്താവ് അനീഷും ചേർന്നാണ് ഈ തട്ടിപ്പുകളൊക്കെ നടത്തിയിരുന്നതെന്ന് പറയുന്നുണ്ട്. മുഖ്യപ്രതി നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. രണ്ടുപേർ ഇപ്പോഴും ഒളിവിലാണ്. ഇതെങ്ങനെയായിരുന്നു, ഈ തട്ടിപ്പിന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു? ഇക്കാര്യങ്ങളെക്കുറിച്ച് പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ? ടോം, ഇവര് എറണാകുളം കേന്ദ്രീകരിച്ചായിരുന്നു ഒരു കൺസൾട്ടൻസി നടത്തിയിരുന്നത്. ഇവർ ഓൺലൈൻ വഴിയാണ് ഈ ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ടിരുന്നത്. കപ്പലിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടിത്തരാം എന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു ഇവരിൽ നിന്നും പണം തട്ടിയിരുന്നത് എന്നാണ് അറിയുന്നത്. അങ്ങനെ ഇവർക്ക് ജോലി ലഭ്യമാവാതെ വന്നതോടുകൂടിയാണ് കൂടുതൽ പേർ പരാതിയുമായി വന്നിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയും കൂടിയുണ്ട്. ഇവർ അറസ്റ്റിലായതിനെ തുടർന്ന് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നിരവധി പേർ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ പരാതിയുമായി എത്തുന്നു എന്നുള്ളൊരു വിവരവും കൂടി നമുക്ക് പങ്കുവെക്കാണ്ടോ. അതായത് ഇവരുടെ തട്ടിപ്പിനിരയായവർ പോലും പല രാജ്യങ്ങളിൽ പെട്ടുപോയ സാഹചര്യവും നിലനിൽക്കുന്നു എന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നു. ഈ 2020 എറണാകുളം നോർത്ത് പോലീസിൽ ചിഞ്ചുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് ഇവർ ജാമ്യത്തിൽ ഇറങ്ങുകയും തുടർന്നാണ് ഇവർ ഇത്തരത്തിലുള്ള തട്ടിപ്പിലേക്ക് നീങ്ങിയത്. ഈ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ച് പണം തട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും കോടികളുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഇവരുടെ സംഘം ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. പുനലൂരിലുള്ള ഒരു യുവാവ് നൽകിയ പരാതി തുടർന്നാണ് പുനലൂർ പോലീസ് ഇവരെ കൊച്ചിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ടോം, എന്തായാലും ഇവരിപ്പോൾ റിമാൻഡിലാണ്. ഈ ഭർത്താവും ഒളിവിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ കൊച്ചിയിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ചിഞ്ചുവും ഭർത്താവും അറസ്റ്റിലായതാണ്. ഇയാൾ എവിടെയാണെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? നിലവിൽ ഒളിവിലുള്ളവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? നിലവിൽ ഈ പുനലൂർ സ്വദേശിയുടെ പരാതി കൂടാതെ പോലീസിന് മുൻപാകെ എത്ര പരാതികൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട്? ടോം, കൊല്ലത്ത് തന്നെ നിരവധി പരാതികളുണ്ട്. ഇപ്പോൾ ഈ നിഷാദ് എന്ന യുവാവ് ആണ് ആദ്യം പരാതി നൽകിയത്. അതിൽ തുടർന്നുള്ള അന്വേഷണമാണ്. ഇപ്പോൾ നിരവധി പേർ പുനലൂർ പോലീസിൽ തന്നെ ഇവർക്കെതിരെ പരാതിയുമായി വരുന്ന സാഹചര്യം തന്നെ ഉണ്ട്. ടോം, എന്തായാലും ഇവരുടെ ഫോൺ രേഖകൾ കൃത്യമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർ തട്ടിപ്പ് നടത്തിയ ലാപ്ടോപ്പുകൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. ഇവരോടൊപ്പം തട്ടിപ്പ് നടത്തിയ തട്ടിപ്പ് സംഘങ്ങളെല്ലാം ഒളിവിൽ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. സൈബർ പോലീസിന്റെ സഹായം പോലീസ് തേടിയിട്ടുണ്ട്. എന്തായാലും അവർ ഉടൻ തന്നെ പിടിയിലാവും എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിക്കുമ്പോൾ ഈ വിഷയത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു കേസിന്റെ തീവ്രത അത്രത്തോളം വലുതായി തന്നെ മാറുന്നു. കോടികളുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ സ്വദേശിനി ആണ് ഇപ്പോൾ ഈ പണം ആവശ്യപ്പെടുകയും അവർ തമ്മിൽ വാക്കേറ്റം നടക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അവർ പറയുന്നുണ്ട് 2 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടു എന്ന് പറയുന്നുണ്ട്. മറ്റു യുവതിയുടെ വാക്കിൽ നിന്ന് വ്യക്തമാണ് ഇവർ മർദ്ദിച്ചതായിട്ട് പറയുന്നുണ്ട്. താക്കോൽ വെച്ച് അവരുടെ ശരീരത്ത് പോറലേൽപ്പിച്ചതായിട്ട് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം വരുമ്പോൾ തന്നെ ഇവരുടെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോം, എന്തായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു റാക്കറ്റ് തന്നെ ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഉടൻ തന്നെ എല്ലാവരിലേക്കും, അതായത് ഈ പ്രതികളിലേക്കും പോലീസിനെ എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കേട്ടോ, വ്യക്തമാണ്. വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ചിഞ്ചു എന്ന യുവതിയുടെ തട്ടിപ്പിന്റെ കൂടുതൽ കഥകളാണ് പുറത്തു വരുന്നത്. ന്യൂസിലാൻഡിൽ കപ്പലിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തുവെന്നാണ് പുറത്തു വരുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇവരുടെ ഭർത്താവുമായി ചേർന്ന് വലിയൊരു സംഘം തന്നെ ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മറ്റ് നിലവിൽ ഈ പുനലൂർ സ്വദേശിയായിട്ടുള്ള യുവാവിന്റെ പരാതിയിലാണ് ചിഞ്ചുവിനെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ട്. വലിയൊരു തട്ടിപ്പ് തന്നെ ഇതിന് പിന്നിൽ നടന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഞാൻ ഫ്രൈഡേ പൈസ കൊടുക്കാൻ